ഹലോ, നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോയാലോ? തേർഡ് ചാപ്റ്ററിൻ്റെ പേരാണ് മാല കി ചാന്ദി കി പായൽ. മാല, ആരാണ് മാല? ഇതാ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് മാല. മാല കി ചാന്ദി കി പായൽ. ചാന്ദി കി പായൽ എന്ന് പറഞ്ഞാൽ സിൽവർ പാദസരം. ചാന്ദി സിൽവറാണ്. പായൽ എന്ന് പറഞ്ഞാൽ പാദസരം, കാലിലിടുന്ന ആംഗ്ലറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് മാലയുടെ കഥ എന്ന് നോക്കാം. ഹുഷ്, മാല ബില്ലി കോ ഡറാത്തി. ഹുഷ്, മാല ബില്ലിയെ പേടിപ്പിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ ചിത്രത്തിൽ ഇവിടെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ വന്ന് ശബ്ദമുണ്ടാക്കാതെ പെട്ടെന്ന് ഹുഷ് എന്ന് പറഞ്ഞപ്പോൾ ബില്ലി പേടിച്ചു പോയി. ഏയ് വ അപ്നി നാനി കോ ഡറാത്തി. അപ്പോൾ പൂച്ചയെ മാത്രമല്ല, ഏ എന്ന് പറഞ്ഞ് വ അപ്നി നാനി. നാനി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി, മുത്തശ്ശിയും പേടിപ്പിക്കും. ധപ് വ അപ്നെ ചോട്ടി ബായ് കോ ഡറാത്തി. ധപ് എന്ന് പറഞ്ഞ് അവൾ അവളുടെ ചോട്ടെ ബായ്, യങ്ങർ ബ്രദർ, അതായത് അനിയനെയും പേടിപ്പിക്കും. ഭൗ വ ഡാക്കിയെ കോ ഡറാത്തി. അവള് ഡാക്കിയെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മാൻ. കണ്ടില്ലേ, അയ്യോ പാവം പോസ്റ്റ്മാൻ പേടിച്ചു പോയല്ലേ, കത്തൊക്കെ താഴെ വീണുപോയി. അപ്പം അവള് ഭൗ എന്ന് പറഞ്ഞ് പോസ്റ്റ്മാനെയും പേടിപ്പിക്കാറുണ്ട്. അപ്പോൾ മാലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഒളിച്ചിരുന്ന് എല്ലാവരെയും പേടിപ്പിക്കുക അല്ലേ. एक दिन माला की माँ ने उसे एक छोटी सी डिब्बी दी. മാല കി മാ, മാലയുടെ അമ്മ, ചോട്ടി സി ഡിബ്ബി, ഒരു ചെറിയ ബോക്സ്. ഇപ്പോൾ ഒരു ദിവസം മാലയുടെ അമ്മ അവൾക്കൊരു ചെറിയ ബോക്സ് കൊടുത്തു. മാല യ തുമാരെ ലിയേ ഹേ. മാല, ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. വേ ബോലി, അമ്മ പറഞ്ഞു. മാലാനെ ജൽദി സെ ഡിബ്ബി ഗോലി. മാല പെട്ടെന്ന് ആ ബോക്സ് ഖോലി, ഓപ്പൺ ചെയ്തു. ജിസ്മേ സെ ഉസെ മിലി, അതിൽ നിന്നും അവൾക്ക് കിട്ടി നീല കാഗജ് में लिपटी, നീല കടലാസിൽ പൊതിഞ്ഞ പ്യാരി സി ചാന്ദി കി പായൽ. നല്ല ഭംഗിയുള്ള ഒരു സിൽവർ പാദസരം. കണ്ടില്ലേ, ഇതാണ് ആ സിൽവർ പാദസരം. ഉന്നെ പഹൻകർ വഹ് പൂരെ ഘർ മേ ഘൂമനെ ലഗി. അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ പാദസരവും കാലിലിട്ടിട്ട് അവൾ വീട്ടിലൊക്കെ കറങ്ങി നടക്കാൻ തുടങ്ങി. പൂരെ ഘർ മേ ഘൂമനെ ലഗി. ചിക് ചിക് ചം, ചോട്ടെ ചോട്ടെ ഘുംരു ജൻകത്തെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത്? ഈ പാദസരത്തിലുള്ള ചെറിയ ചെറിയ മണികൾ കിലുങ്ങാൻ തുടങ്ങി. എങ്ങനെയാണ്? ചിക് ചിക് ചം, ചിക് ചിക് ചം. അബ് മാല ജഹാം ബി ജാത്തി സാബ് ജാൻ ജാത്തെ. ഇപ്പോൾ മാല ജഹാം ബി ജാത്തി, മാല എവിടെ പോയാലും സബ് ജാൻ ജാത്തെ. കാരണം എന്താ? ഇപ്പം എവിടെ പോയാലും എല്ലാവർക്കും മനസ്സിലാവും. കാരണം മാല നടക്കുമ്പോൾ ചിക് ചിക് ഛം ശബ്ദം വരും അല്ലേ. അപ്പം എന്ത് സംഭവിച്ചു? ചിക് ചിക് ഛം, മാലാക്ക് ഹോർഷ് സെ പെഹലെ ബില്ലി കൂദ് ഗയി. എങ്ങനെ ചാടിപ്പോയി? എന്തുകൊണ്ട് ചാടിപ്പോയി? മാല നടന്നു വന്നപ്പോൾ ചിക് ചിക് ഛം എന്ന് കേട്ടു അല്ലേ. ചിക് ചിക് ചം, മാലാക്ക് ഏയ്ക്ക് പേലെ നാനി പലട്ട് ഗയി. നാനിയെ പേടിപ്പിക്കാൻ വേണ്ടി പോയി ഏയ് എന്ന് ചെല്ലുന്നതിന് മുമ്പേ തന്നെ നാനി തിരിഞ്ഞു നോക്കി. എങ്ങനെ? അഗെയിൻ ചിക് ചിക് ചം, ചിക് ചിക് ചം. മാലാക്ക് ധപ് സെ പേലെ ചോട്ടാ ബായ് ബാഹർ ഭാഗ് ഗയാ. മാല ധപ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അനിയൻ പുറത്തേക്ക് ഓടിപ്പോയി. ചിക് ചിക് ചം, മാല കെ ഭൗ സെ പെഹലെ ഡാക്കിയ നികൽ ഗയാ. മാല ഒളിച്ചു വന്ന് ഭൗ എന്ന് ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഡാക്കി അവിടുന്ന് പെട്ടെന്ന് പോയി. എന്തുകൊണ്ടാ? ഡാക്കിയും കേട്ടു അല്ലേ. ചിക് ചിക് ചം, ചിക് ചിക് ചം. അബ് മാല കിസേ കോ ഡറാ നഹീ പാത്തി. ഇപ്പം മാലയ്ക്ക് ആരെയും പേടിപ്പിക്കാൻ പറ്റുന്നില്ല. അബ് മാല കിസിക്കോ, ആരെയും ഡറാ നഹീ പാത്തി, പേടിപ്പിക്കാൻ പറ്റുന്നില്ല. തോ ऐसे में മാല ने क्या किया. അങ്ങനെ വന്നപ്പോൾ മാലയ്ക്ക് എന്ത് ചെയ്തു? മാലയ്ക്ക് വിഷമായി. മാലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? എല്ലാവരെയും പോയി ഒളിച്ചിരുന്ന് പേടിപ്പിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ പേടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മാലാനെ ക്യാ കിയാ, മാല എന്ത് ചെയ്തു?
ഉസ്നെ അപ്നെ ചാന്ദി കി പായൽ ഉധാർ ദി. അവൾ അവളുടെ സിൽവറിൻ്റെ പാദസരം ഊരിക്കളഞ്ഞു. ആ പാദസരം ഇടുമ്പോഴല്ലേ ചിക് ചിക് ചം ശബ്ദം വരിക. അപ്പം ഇനി നടന്നു പോയിട്ട് എല്ലാവരെയും പേടിപ്പിക്കാം. ഇപ്പോൾ മാല ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. നമുക്കിതിൻ്റെ എക്സസൈസ് നോക്കാം. ബാത്ചീത് കേലിയേ. ഓക്കെ, എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു സെക്ഷൻ്റെ ആൻസർ നിങ്ങളുടെ ടീച്ചർ എഴുതി തരുന്നത് എന്താണോ അത് അതേപോലെ പഠിക്കുക, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ. പക്ഷെ നമുക്കിതിൻ്റെ അർത്ഥം മാത്രം ഡിസ്കസ് ചെയ്യാം. മാല സബിക്കോ ക്യോ ഡരാത്തി ഹോഗി. മാല എന്തിനായിരിക്കും എല്ലാവരെയും പേടിപ്പിക്കുന്നത്? മാലയ്ക്ക് അതിൽ നിന്ന് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവും അല്ലേ? മാലയ്ക്ക് ഭയങ്കര സന്തോഷമാവും മറ്റുള്ളവർ പേടിക്കുന്നത് കാണുമ്പോൾ. മാല സേ സബി ക്യോ ഡർ ജാത്തേ ഹോഗേ. ഈ മാലയെ എല്ലാവരും പെട്ടെന്ന് പേടിക്കാൻ കാരണം എന്തായിരിക്കും? അതെ, മാല മുന്നിൽ ചെന്നിട്ട് എല്ലാവരും കാണാനില്ലല്ലോ പേടിപ്പിക്കുക. ആരും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ടാണ് ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുക. അതുകൊണ്ടാണ് അല്ലേ? പായൽ ഉദാഹരണേ കെ അതിരിക്ത് മാല ഓർ ക്യാ കർ സക്തി ഥി. പായൽ ഊരിക്കളയുന്നതിന് അല്ലാതെ മാല പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു മാലയ്ക്ക്? നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ കണ്ടു, അതിൻ്റെ ഗുംരു മണികളാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആ മണികൾ മാത്രം ഊരിക്കളയായിരുന്നു മാലയ്ക്ക് വേണമെങ്കിൽ. മാനെ മാലാക്കോ പായൽ ക്യോ ദീ ഹോഗി. മാലയ്ക്ക് എന്തിനായിരിക്കും അമ്മ പാദസരം കൊടുത്തിട്ടുണ്ടാവുക? മാലയ്ക്ക് ആ പാദസരം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് തോന്നിയിട്ടുണ്ടാവും അമ്മയ്ക്ക് അല്ലേ? നമ്മൾ വള മാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ എന്തിനാണ് ഇടുന്നത്? അവർക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചിട്ടുണ്ടാവും ഈ പായൽ മാലയ്ക്ക് നല്ല ഭംഗി ഉണ്ടാവുന്നു, അതുകൊണ്ടായിരിക്കും അല്ലേ കൊടുത്തത്. നെക്സ്റ്റ് സെക്ഷൻ ലിഖിയേ. മാലാക്കി മാനെ ഉസെ ക്യാ ദിയാ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കുക. മാലാക്കി മാനെ ഉസെ ക്യാ ദിയാ. ഇവിടെ മെയിൻ ക്വസ്റ്റ്യൻ വേർഡ് ക്യാ ആണ്. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുന്ന സമയത്ത് ആ സെൻറ്റൻസ് അതുപോലെ തന്നെ വെച്ചിട്ട് ഈ ക്യാ മാത്രം റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അതിൻ്റെ ആൻസർ കൊടുക്കുക. അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? മാലാക്കി മാനെ ഉസെ ക്യാ ദിയാ. മാലയുടെ അമ്മ അവൾക്ക് എന്താണ് കൊടുത്തത്? മാലയുടെ അമ്മ എന്താ അവൾക്ക് കൊടുത്തത്? അതെ, ചാന്ദി കി പായൽ. അപ്പോൾ മാലാക്കി മാനെ ഉസെ ചാന്ദി കി പായൽ ദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാലാനെ പായൽ ക്യോ ഉധാർ ദി. സഹി ഉത്തർ ചുനിയെ. ഓക്കെ, അപ്പോൾ ഇവിടെ മാല എന്തിനാണ് ആ പാദസരം ലാസ്റ്റ് ഊരിക്കളഞ്ഞത്? അതിന് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ നമ്മൾക്ക് ചൂസ് ചെയ്യണം. പായൽ മാലാക്കോ ചുബ് രഹി ദി. അതായത് ആ പായൽ ഇട്ടിട്ട് മാലയുടെ കാലിന് വേദനയാവുന്നുണ്ടായിരുന്നു, മാലയ്ക്ക് അത് കുത്തി വേദനിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഊരിയത്? അല്ല. പായൽ സെ സബീകോ മാല കെ ആനെ കാ പതാ ചൽ ജാത്താ ഹൈ. അതെ അല്ലേ? പായൽ ഇട്ടതുകൊണ്ട് എല്ലാവർക്കും മാലയ്ക്ക് പതാ ചൽ ജാത്താ ഹൈ. അപ്പം മാലയ്ക്ക് എല്ലാവരെയും പേടിപ്പിക്കാൻ പറ്റില്ല, മാല വരുന്നത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഇത് കറക്റ്റ് ആൻസർ ആണ്. പായൽ കി ആവാജ് സെ സബീകോ ബഹുത് മസാ ആത്താ താ. പായലിൻ്റെ ശബ്ദം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണോ? അല്ല. एक पायल खो गई थी और बस एक ही पायल रह गई थी. അതായത് ഒരു പാദസരം നഷ്ടപ്പെട്ടു പോയി, ഒരു പാദസരം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതാണോ? അല്ല. അപ്പം അതും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് പാयल से सभी को माला के आने का पता चल जाता था. नेक्स्ट क्वेश्चन, इन ध्वनियों को सुनिए और उन्हें शब्दों में लिखने का प्रयास कीजिए. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഘണ്ടി കി ധ്വനി. ഘണ്ടി എന്ന് പറഞ്ഞാൽ ബെൽ. ഓക്കെ. പായൽ കി ധ്വനി പായൽ. ശംഖ് കി ധ്വനി ശംഖിൻ്റെ ശബ്ദം. ഡുമരു കി ധ്വനി ഡുമരു. ഡമരു. അപ്പം ഇതിൻ്റെയൊക്കെ ശബ്ദം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് നിങ്ങൾ അതുപോലെ എഴുതുക. ഓക്കെ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഘണ്ടി കി ധ്വനി ടിൻ ടിൻ ടിൻ. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് വേറെ രീതിയിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എഴുതാം. അടുത്തത് പായൽ കി ധ്വനി. പായൽ കി ധ്വനി
ചിക് ചിക് ചം അല്ലേ? എങ്ങനെയാണ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്? ചിക് ചിക് ചം. നിങ്ങൾക്ക് വേറെ കിൽ കിൽ കിൽ, ചിൽ 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 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ്, ശംഖ് കി ധ്വനി. ശംഖിൻ്റെ ശബ്ദം ഓം എന്നാണോ? അങ്ങനെ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അതും എഴുതാം. ഡമരു കി ധ്വനി. ഡും ഡും ഡും, ടപ്പ് ടപ്പ് ടപ്പ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് ഡും 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 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മാല കിസ് കിസ് കോ ഡരാ രഹി തി. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ വേർഡ്? കിസ് കിസ് കോ. മാല ആരെയൊക്കെ പേടിപ്പിക്കുമായിരുന്നു? മാല ആരെയൊക്കെയാണ് പേടിപ്പിക്കാറുണ്ടായിരുന്നത്? മാല ആ ക്വസ്റ്റ്യൻ വേർഡ് മാറ്റി അവിടെ ബില്ലി, നാനി, അപ്നി ചോട്ടി ബായ് ഓർ ഡാക്കിയെ കോ ഡരാ രഹി ധി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് മാറ്റി അവിടെ അതിന് പകരം ബില്ലി, നാനി, അപ്നി ചോട്ടി ബായ് ഓർ ഡാക്കിയെ, ഇത്രയും സംഭവങ്ങൾ ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ളത് അതുപോലെ വെച്ചു. विराम चिन्ह का सही प्रयोग करते हुए नीचे दिए गए वाक्यों को अपने कॉपी में लिखिए. അപ്പോൾ വിരാം ചിഹ്നം എന്താണ്? വിരാം ചിഹ്നം നമ്മൾ നേരത്തെ കണ്ടു. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലേ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതേപോലെ ഇവിടെ ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫുൾ ഫോം ഒരു ഫുൾ സ്റ്റോപ്പ് അത്രയും നമ്മൾ കൊടുത്തു അല്ലേ? അപ്പോൾ ഓരോ വേർഡ്സ് കഴിയുമ്പോഴും ആ വേർഡിന് കൊടുക്കുന്ന എൻഡിൽ കൊടുക്കുന്ന ചിഹ്നങ്ങളെയാണ് നമ്മൾ വിരാം ചിഹ്നം എന്ന് പറയുക. ക്യാ മാലാക്കോ നെയ് പായൽ മിലി? ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ? മാലയ്ക്ക് ഒരു പുതിയ പാദസരം കിട്ടിയോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾക്ക് അവിടെ എന്ത് കൊടുക്കണം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. ഇനിയോ, മാല പായൽ പെഹൻകർ പൂരെ ഘർ മേ ഘൂംനെ ലഗി. മാല പാദസരം ഇട്ട് വീട്ടിലൊക്കെ കറങ്ങി നടക്കാൻ തുടങ്ങി. അതൊരു ക്വസ്റ്റ്യൻ ആണോ? അല്ല, അതൊരു നോർമൽ സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക ലാസ്റ്റ്, അതാണ് ഒരു ഫുൾ സ്റ്റോപ്പ്. ആവോ ബൂഞ്ചെ പഹേലി. അപ്പോൾ ഇവിടെ ഒരു പഹേലി ഉണ്ട്. എന്താ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. മാലയ്ക്ക് ചാന്ദിക്ക് പായൽ ഖോ ഗയി ഹേ. മാലയുടെ ചാന്ദിക്ക് പായൽ നഷ്ടപ്പെട്ടു. അക്ഷരോं को जोड़कर മാലാക്കി ചാന്ദിക്ക് പായൽ ബനായേ. ഓക്കെ, ഇവിടെ കുറേ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ചേർത്തിട്ട് നമുക്ക് മാലാക്കി ചാന്ദിക്ക് പായൽ എന്ന് ഉണ്ടാക്കണം. രേഖ ഖീച്ച്കർ ശബ്ദോं को जोड़िए. അതായത് രേഖ എന്ന് പറഞ്ഞാൽ വര. അപ്പോൾ വരകൾ വരച്ചിട്ട് ഇതേപോലെ ശബ്ദങ്ങൾ ചേർത്തണം. അപ്പോൾ ഫസ്റ്റ് വേർഡ് മാല. മാല ഓൾറെഡി ഇവിടെ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? മാല. ഇനി എന്താ വേണ്ടത്? മാല കീ ഇവിടെ ഉണ്ട്. ചാന്തി ഓക്കെ, അപ്പോൾ അതിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചാന്തി. ഇനി അഗെയിൻ കീ, ഇവിടെ ഒരു കീ ഉണ്ട്. പിന്നെ പായൽ, എവിടെ? പായൽ. അപ്പോൾ പായൽ, അപ്പോൾ അതൊരു വേർഡായി. അപ്പോൾ മാല കീ ചാന്തി കീ പായൽ. ഓക്കെ, അപ്പം നിങ്ങളുടെ ബുക്കിൽ ഇതെല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് പെട്ടെന്ന് വരാം. ബൈ.